ഉൽപ്പാദിച്ച ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യയുടെ ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മണി കൺട്രോൾ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഹലാൽ സർട്ടിഫിക്കറ്റുള്ള മാംസം, സംസ്കരിച്ച ഭക്ഷ്യപദാർത്ഥങ്ങൾ, മരുന്നുകൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി 2023 14% വർദ്ധിച്ചു. 2022 38,000 കോടി രൂപയുടെ വ്യാപാരമാണ് നടന്നത്. എന്നാൽ 2023 ആയപ്പോഴേക്കും 44,000 കോടി രൂപയുടെ വ്യാപാരം നടന്നുവെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ രാജ്യങ്ങളുമായി നടത്തിയ വ്യാപാരത്തിലാണ് വൻ വർധനവ് രേഖപ്പെടുത്തിയത്. 2023 OICയുടെ ഭാഗമായ 57 രാജ്യങ്ങളിൽ ഈ 20 വിഭാഗം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി 8%-ഓളമായിരുന്നു. $68.7 ബില്യൺ ഇറക്കുമതിയാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ 2022 6.8% ഇന്ത്യയുടെ ഇറക്കുമതി വിഹിതം 2023 7.1% ഉയരുകയും ചെയ്തു. ഇസ്ലാമിക വിശ്വാസപ്രകാരം പല ഉൽപ്പന്നങ്ങൾക്കും ഹലാൽ അംഗീകാരം ലഭിക്കുന്നതിലൂടെ ശരീഅത്ത് നിയമപ്രകാരം അവ അനുവദനീയമാകുന്നു. ഭക്ഷണം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മരുന്നുകൾ എന്നിവയ്ക്കും ഈ നിയമം ബാധകമാണ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പ്രാദേശികമായി നിർമ്മിച്ചതും ഇറക്കുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങൾ ഹലാൽ സർട്ടിഫിക്കറ്റോടുകൂടിയുള്ളതാണെന്ന് ഉറപ്പുവരുത്താറുണ്ടെന്ന് OIC ട്രേഡ് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഹലാൽ സർട്ടിഫിക്കേഷനെതിരെ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയത് രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഹലാൽ സർട്ടിഫിക്കറ്റോടുകൂടിയുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ശേഖരണവും വിതരണവും വിൽപ്പനയും നിരോധിച്ച് 2023 നവംബറിൽ UP സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇളവ് നൽകുകയും ചെയ്തു. മാംസം, മരുന്നുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയാണ് OIC രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. കന്നുകാലി മാംസത്തിന്റെ 52%, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ 10%വുമാണ് 2023 OIC രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വിഹിതം. UAE, സൗദി അറേബ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത്. ഇക്കാലയളവിൽ ഇന്ത്യയിൽ നിന്നുള്ള മാംസ കയറ്റുമതി 14%, മരുന്നുകളുടെ കയറ്റുമതി നിരക്ക് 37%-വും വർദ്ധിച്ചിട്ടുണ്ട്.